നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ലെവൽ നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലായാലും ഇത് തന്നെ ശ്രദ്ധിക്കുക. അതായത് 22,400 ഈ ഒരു ലെവലിന്റെ മുകളിൽ നിഫ്റ്റി നിലനിൽക്കുമോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് ഇനി ക്ലോസിംഗ് നിലനിർത്തിയാലാണ് ഇനി നിഫ്റ്റിയിലായാലും ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു ട്രെൻഡ് പറയാനായിട്ട് സാധിക്കാം. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു മുകളിൽ ജസ്റ്റ് ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആയിരുന്നു. ഇപ്പോൾ 22,400 താഴെ നിലനിന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അതൊരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആണ് നിഫ്റ്റിയിലായാലും കണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ലെവല് 22,400 തന്നെയാണ്. അപ്പൊ 22,400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിനൊരു മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ സ്റ്റോപ്പ് ലോസ് 22,400 തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലോവർ ലെവൽ സപ്പോർട്ട് നമുക്ക് നോക്കാം. ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 22,330 ആണ്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് സപ്പോർട്ട് അല്ല കാണുന്നത്, അതിന്റെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ കേസ് മാർക്കറ്റിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും സപ്പോർട്ട് 22,330 സപ്പോർട്ട് നിലനിൽക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 22,275 സപ്പോർട്ട് കാണുന്നത്. അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 22,230 സപ്പോർട്ട് കാണുന്നത്. ഹയർ ലെവൽ മാനേജ് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ ഒരു ഹൈ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ തന്നെ, അതായത് 22,445 കീപ്പ് ചെയ്താൽ മതി. 22,445 അപ്പൊ 445 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഇതിനൊരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ മാർക്കറ്റിനെ കാണുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നതിന്റെ മുകളിലായാലും ചെറിയ ടൈം ഫ്രെയിലെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ലോസ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഹയർ ലെവൽ മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അപ്പൊ അതിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് ഇനിയൊരു മൊമെന്റം റൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റം പറയാനായിട്ട് സാധിക്കും. അതായത് ഹയർ ലെവൽ റൈറ്റ് റെസിസ്റ്റൻസ് നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, റൈറ്റ് സപ്പോർട്ട് ഏതാ നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യുമ്പോഴേക്കും ഹയർ ലെവലിൽ 47,140 റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. 140ന്റെ മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 48,140. ഇതിന്റെ താഴെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ താഴെയാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 960 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്, 47,960. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും 47,960 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിന്റെ താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ലോവർ ലെവൽ സപ്പോർട്ട് 47,740, 47,540. ബാക്കിയുള്ള ഒരു സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ലോവർ ലെവൽ സപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ലോവർ ലെവൽ ഫോളോ ചെയ്യുക. ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ. നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റി ആയാലും ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. 21,260 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ റൈറ്റ് സപ്പോർട്ട് ഏതാ നോക്കാം. നിഫ്റ്റി ആണെങ്കിൽ ഹയർ ലെവല് 21,410 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. 410ന്റെ മുകളിൽ
സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് പാരലൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. കഴിഞ്ഞ ദിവസം ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ 21,410 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിലെ ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 340 സപ്പോർട്ട്, 340 ബ്രേക്ക് ചെയ്താൽ 260 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫിൻനിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ടുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.